ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ് മോനു വ്ളോഗ്. മത്തിക്ക് ഇത്രയും രുചിയുണ്ടോ എന്ന രീതിയിൽ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 5-6 വെളുത്തുള്ളി, 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂണോളം പെരിഞ്ജീരകമാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളർ കിട്ടുന്നതിന് വേണമെങ്കിൽ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണോളം പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം. അരപ്പ് തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലുണ്ടോ എന്ന് നോക്കാൻ മറക്കരുത്. പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കിലോ മീനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. മീൻ ഇതുപോലെ വരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മസാലയെല്ലാം മീനിലേക്ക് നല്ല രീതിയിൽ പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ വരഞ്ഞു കൊടുക്കുന്നത്. മത്തിയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നും ഒരേ രീതിയിലുള്ള മസാലയൊക്കെ തയ്യാറാക്കിയിട്ട് കറികൾ ഉണ്ടാക്കുന്ന സമയത്ത് മടുപ്പുണ്ടാക്കും. അപ്പോൾ ഒരു തവണയെങ്കിലും ഈ മസാല ഉപയോഗിച്ച് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണേ. മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 5 മിനിറ്റോളം നമുക്ക് മീനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിന് മുന്നോടിയായിട്ട് ഇതിന് മുകളിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇനി ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വയ്ക്കുക. കുക്കർ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയാണ്. ചുവന്നുള്ളി നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ ചുവന്നുള്ളി ചേർത്ത് കൊടുത്താൽ മതിയാകും. ചുവന്നുള്ളി എണ്ണയിൽ കിടന്ന് ഒന്ന് വഴന്ന് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഓരോ മീനും ഈ രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. കറിവേപ്പിലയുടെയും ഉള്ളിയുടെയും മുകളിലേക്കായി ഇതുപോലെ അടുക്കി വെച്ച് കൊടുക്കുക. എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ. മീനെല്ലാം ഈ രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പുളിവെള്ളമാണ്. ആ പുളിവെള്ളം കൂടി ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പുളിവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി വിതറി കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിലിനായിട്ട് വെയിറ്റ് ചെയ്യാം. കുക്കറിൽ ഇതുപോലെ ചെയ്തെടുക്കുന്ന സമയത്ത് മീൻ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മത്തിയുടെ റെസിപ്പിയാണ് ഇത്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കുക്കർ മത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.